വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വൈകിട്ട് എന്തുണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇന്നലെ ഒരു വരിക്കച്ചക്ക കിട്ടിയായിരുന്നേ. പിന്നെ ചക്കയുടെ ഉണ്ടാക്കാം. അങ്ങനെ ഭക്ഷണയില എടുക്കാൻ വേണ്ടി പോയി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഇലയെടുത്ത് വീട്ടിൽ വന്ന് തേങ്ങ ചിരണ്ടി. അപ്പോൾ തേങ്ങ ചിരണ്ടിയതും ശർക്കരപ്പാനിയും ചക്കയും. അപ്പം ഇന്നലെ ചക്ക കിട്ടിയത് നമുക്ക് വരിക്കച്ചക്ക ആയതുകൊണ്ട് നമ്മളതിനെ അരിഞ്ഞ് ശർക്കരപ്പാനി ഒഴിച്ച് കുക്കറിൽ 2 വിസിലടിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ അത് മിക്സിയിലടിച്ചാൽ മതി. പിന്നെ ജീരകവും ഏലക്കായും പൊടിച്ച് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അരയ്ക്കാനുള്ള ചക്കയും ശർക്കരപ്പാനിയും കൂടെ വേവിച്ച് വെച്ചത് ഇങ്ങനെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് എത്ര നാൾ വേണേലും ഇരുന്നോളും. പിന്നെ അല്ലാതെ സെപ്പറേറ്റ് പാനി ഉണ്ടാക്കി ചക്ക മാത്രം അരച്ചൊഴിച്ച് അങ്ങനെയും ചെയ്യാം. കൂഴപ്പഴമൊക്കെ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് വരിക്കച്ചക്ക ആയതുകൊണ്ട് ഞാൻ രണ്ടും കൂടി ഒന്നിച്ച് വേവിക്കുമായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഇപ്പോൾ കണ്ടോ, ഒന്നടിച്ചപ്പോഴത്തേനും അത് നല്ല ഇതായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞ് ഈ അരച്ച് വെച്ചത് ഒഴിച്ച് കഴിഞ്ഞ് ഏലക്കായും ജീരകവും ഇടണം. പിന്നെ ആവശ്യത്തിന് തേങ്ങ ഇടണം. തേങ്ങ ഇച്ചിരി കൂടിയാലും നല്ല ടേസ്റ്റാണ്. പിന്നെ വേറെ മധുരമൊന്നും നമ്മൾ എക്സ്ട്രാ വേറെ ഒന്നും ചേർക്കണ്ട. ചക്കയിലുള്ള മധുരവും ഈ ശർക്കരപ്പാനി ഒത്തിരി ഒഴിക്കരുത്, അതൊരു കുറച്ചായിട്ട് എടുക്കാവുള്ളൂ. പിന്നെ തേങ്ങയും കൂടെ ഇട്ട് നല്ല മിക്സ് ചെയ്യുക. നമ്മൾ ഈ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി ഒരു ശകല സോൾട്ട് ഒരിച്ചിരി ഇടുന്നുണ്ട്. പിന്നെ നമ്മളിത് സെറ്റാക്കി കുഴച്ച് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ വേറെ വെള്ളമൊന്നും ചേർക്കരുത്. പിന്നെ നമ്മൾ ഇതിനകത്ത് വെച്ച് പണ്ടൊക്കെ അങ്ങനെയല്ലേ ഭക്ഷണയില ഉണ്ടാക്കുന്ന ആ മണവും ആ രുചിയും ഒന്നും നമുക്ക് നാക്കിൽ നിന്ന് എത്ര ഇതായാലും മാറത്തില്ല. നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ച് അധികം അറിയത്തില്ലല്ലോ. നമ്മളതൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല ഇഷ്ടമാണ് എപ്പോഴും ഇതിനെപ്പറ്റി പറയുമ്പം. നമുക്കും ആ നൊസ്റ്റാൾജിയ. എന്നാലും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നല്ല ചൂട് തീയിൽ ആദ്യം വെച്ച് കഴിഞ്ഞ് പിന്നെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നല്ല വെന്ത് കിട്ടും. പിന്നെ ഞങ്ങൾ കട്ടൻ ചായയും തിളപ്പിച്ച്. അങ്ങനെ കട്ടൻ ചായയും ചക്കയടയും ഇന്നത്തെ 4 മണി പലഹാരം സൂപ്പറായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക.